വിവാദ വെടിക്കെട്ടിനൊടുവിലാണ് പാലക്കാട് വിധി എഴുതിയത്. വിവാദത്തിന്റെ വെടിക്കെട്ടിന് ആദ്യം തിരികൊളുത്തിയത് LDF സ്ഥാനാർത്ഥി P. സരിൻ. പിന്നാലെ കോൺഗ്രസിലെ കൊഴിഞ്ഞുപോക്ക്. BJP പാളയത്തിലെ ആദ്യ അമിട്ട് സന്ദീപ് വാര്യർ പൊട്ടിച്ചപ്പോൾ വിവാദങ്ങൾക്ക് അവസാനമായെന്ന് കരുതിയവർക്ക് തെറ്റി. പാതിരാ റൈഡും നീലപ്പെട്ടിയും കുഴൽപ്പണ വിവാദവും വിവാദ വെടിക്കെട്ടിന്റെ പ്രകമ്പനം കൂട്ടി. അവിടെയും തീർന്നില്ല. EP ജയരാജന്റെ ആത്മകഥ സരിനെ പിടിച്ചുലച്ചു. ഒടുവിൽ എല്ലാവരെയും ഞെട്ടിച്ച് സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള കൂടുമാറ്റം. ഈ വെടിക്കെട്ടുകൾക്ക് അവസാനമാണ് പാലക്കാട് വിധി എഴുതിയത്. രാവിലെ മന്ദഗതിയിലായിരുന്നു പോളിംഗ്. പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് മൂന്ന് മുന്നണികളും അവകാശപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 5 ഭൂരിപക്ഷത്തിന് വിജയിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഞങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്യപ്പെടും. അത് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. ഞങ്ങൾ ഇത്തവണ വിജയിക്കുക തന്നെ ചെയ്യും. 150,000 1,95,000 വോട്ടിൽ 1,50,000 അത് 75% 75% മാത്രമാണ്. ഒരുപക്ഷെ 1,45,000 വരെ താണേക്കാം. എന്തായാലും 1,40,000 മുകളിൽ ഉണ്ടാകും. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ബിഗിനിങ്. തീർച്ചയായിട്ടും അത് വന്നപ്പോൾ തൊട്ട് ശുഭപ്രതീക്ഷ തന്നെയാണല്ലോ. അത് വ്യക്തിപരമായ ശുഭപ്രതീക്ഷയല്ല. ഞാൻ മുമ്പ് പലതവണ പറഞ്ഞതുപോലെ ബീയിങ് സെക്കുലർ, അത് പാലക്കാട് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഉച്ചയോടെ പല ബൂത്തുകളിലും വോട്ട് ചെയ്യാൻ ആളില്ലാതായി. പക്ഷെ വൈകുന്നേരം ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തി. 70-ന് താഴെ പോളിംഗ് തളർന്നു നിൽക്കുമെന്ന് കരുതിയവരെ തിരുത്തിക്കൊണ്ട് വൈകിട്ടെത്തിയ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 1-ാം നാൾ തുടങ്ങിയ നാടകീയതയാണ്. വോട്ടെടുപ്പ് പൂർത്തിയാകുന്ന അവസാന മണിക്കൂറിലും അതുണ്ടായി. ഒരുപക്ഷെ ഇതൊരു ക്ലൈമാക്സ് ആകാം, അല്ലെങ്കിൽ ഇന്റർവെൽ. ടീം മാതൃഭൂമി ന്യൂസ്.